വിളയൂർ മാങ്കുറ്റി പാടശേഖരത്തിറക്കിയ ഒന്നാം വിള നെൽകൃഷിയിലെ വിളവെടുപ്പ് തുടങ്ങി 7 ഏക്കറിലാണ് ഇവിടെ ഒന്നാം വിള നെൽകൃഷി നടപ്പാക്കിയത്. ഏറെക്കാലത്തിനു ശേഷമാണ് ഇവിടെ ഒന്നാം വിള നടപ്പാക്കുന്നത്. 15 വർഷത്തിനു ശേഷമാണ് വിളയൂർ മാങ്കുറ്റി പാടശേഖരത്തിൽ ഇത്തവണ ഒന്നാം വിള നെൽകൃഷി നടപ്പാക്കിയത്. 37 ഏക്കറിൽ വരുന്ന പാടശേഖരത്ത് 7 ഏക്കറിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നാം വിള ഇറക്കിയത്. ഇതിലെ വിളവെടുപ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. പന്നിശല്യവും കാലാവസ്ഥാ പ്രശ്നങ്ങളും എല്ലാം മറികടന്ന് മികച്ച വിളവ് ലഭിച്ചുവെന്ന് കർഷകൻ കെ രാജേഷ് പറഞ്ഞു. കർഷകരായ രാജേഷ്, മണികണ്ഠൻ, ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്നാം വിള നെൽകൃഷി ഇറക്കിയത്. ജ്യോതി നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. മഴ വിട്ടുനിന്ന സാഹചര്യത്തിലാണ് തൃശൂരിൽ നിന്നും എത്തിച്ച കൊയ്ത്തുമെതി യന്ത്രം ഉപയോഗിച്ച് വിളവെടുപ്പ് തുടങ്ങിയിരിക്കുന്നത്. 1 മണിക്കൂറിന് 2400 രൂപയാണ് ഇതിനായി വാങ്ങുന്നത്. പാടശേഖരത്തിലെ 37 ഏക്കറിൽ രണ്ടാം വിള നെൽകൃഷിക്കുള്ള പ്രവൃത്തികളും തുടങ്ങി. തൊഴിലാളികളെ കിട്ടാനില്ലാത്തത് തന്നെയാണ് ഇവിടുത്തെയും പ്രധാന പ്രശ്നം. ജലസേചനത്തിന് ശാശ്വതമായ പരിഹാരങ്ങൾ ഇല്ലാത്തതും കർഷകരെ അലട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ഒരു 34 ഏക്കറോളം സ്ഥലമുണ്ട്. അതിലിപ്പോൾ ഞങ്ങളൊരു 3 ആളും കൂടിയിട്ടാണ് ഒരു ഒന്നാം വിള ഇറക്കി നോക്കിയത്. പന്നിശല്യം, മയിൽ, പിന്നെ അടുത്തുള്ള കൃഷിക്കാരുടെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ, അതൊക്കെ കാരണം നമുക്ക് കൃഷി ചെയ്യാൻ കഴിയണില്ല. അപ്പം എന്നാലും ഞങ്ങളൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒന്നാം വിള എടുത്താണ്. പിന്നെ പ്രകൃതിയുടെ ഒരു ഇതുകൊണ്ട് വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ മഴയ്ക്കാണെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചർ തന്നെയാണ് നമുക്ക്. കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അതിനെ പറ്റിയ ഷെഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ കെട്ടി വെച്ച് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷേ എന്ത് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ള ഒരു സൗകര്യങ്ങൾ വളരെ കുറവാണ് ഇവിടുത്തെ കാര്യത്തിൽ. നെല്ല് കൊണ്ടിടാനോ അല്ലെങ്കിൽ അത് ഉണക്കി പെട്ടെന്ന് സപ്ലൊക്കെ എടുക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വളരെ പിന്നിക്കാണ്. സപ്ലൊക്കെ എടുക്കുന്നത് തന്നെ സമയം പിടിക്കും. 1-1.5 മാസമൊക്കെ പിടിക്കും ഒന്നാമനുള്ള നെല്ലെടുക്കാൻ. അങ്ങനത്തെ സാഹചര്യമൊക്കെ ആവുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊല്ലത്തെ വിളവെടുപ്പ് ഒന്ന് നടത്തി നോക്കിയിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് ഒന്നാം വിള ഇറക്കുന്നത്? ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒന്നാം വിള ഇറക്കുന്നത്. കുറേ കാലമായിട്ട് ഈ പാടത്ത് ഒന്നാം വിള എടുത്തിട്ടില്ല. പിന്നെ ഞാനാണ് ആദ്യം തുടക്കം കുറിച്ച് വെച്ചത്. പിന്നെ എൻ്റെ കൂടെ അപ്പോൾ 2 ആളും കൂടിയും കൂടി, ഒരു മണികണ്ഠനും ഒരു ഉണ്ണികൃഷ്ണനും എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും കൂടിയും കൂടിയിട്ട് ഞങ്ങൾ ഒന്ന് നോക്കി വെച്ചു. നമുക്കിത് മാത്രമല്ല, വാഴ കൃഷി, പശു, അങ്ങനെയുള്ള എല്ലാ കൃഷികളും ഉണ്ട്. ഈ പരീക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ പരീക്ഷണം കുഴപ്പമൊന്നുമില്ല. നെല്ലൊക്കെ ഉണ്ടാവുന്നുണ്ട്. കുറച്ച് കൂട്ടൂത്ത് കയറി ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ ഇതിൽ. പക്ഷേ സംഭവമൊക്കെ നല്ല നെല്ലൊക്കെ തന്നെയാണ്. പിന്നെ ഈ കുരുവികൾ, തത്തകൾ, അവരൊക്കെ കഴിച്ചിട്ട് ബാക്കി വേണം നമുക്ക് കിട്ടാൻ. മയില്, പിന്നെ ഈ പന്നികളുടെ ശല്യം ഭയങ്കരമാണ്. ജ്യോതിയാണ്, ജ്യോതി. നമ്മള് പിന്നെ നട്ടിട്ട് തന്നെയാണ് ഞാറുവാവി നട തന്നെ ചെയ്തത്. വിതയല്ല. കൃഷിഭവൻ സഹായിക്കാനുണ്ടോ? കൃഷിഭവന് ഒന്നാം വിളക്ക് കാര്യമായിട്ട് ഒന്നുമില്ല എന്നാണ് പറയണത്. എന്താ STR മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു. ഒന്നും അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നെല്ല് കയറ്റാൻ. ഇനിയിപ്പോൾ മണിക്കൂറിന് 2400 ആയിട്ടാണ് ഈ വണ്ടി നമ്മളിവിടെ ഇറക്കിയിട്ടുള്ളത്. ഇത് തൃശ്ശൂർക്കാരുടെ വണ്ടിയാണ്. മുരളിയാണ് അതിൻ്റെ ഒരു നമുക്ക് വണ്ടി വിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ മൂപ്പര കെയർ ഓഫിലാണ് നമുക്ക് വണ്ടി വരലും കൊയ്ത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഒന്നാം വിള കൊയ്യില്ലാത്ത കാരണമായി ഒന്നാം വിള കൊയ്യാനായിട്ട് മാത്രമായിട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഇറക്കിയതാണ്. അവരെ വണ്ടി വിളിച്ചു വരുത്തിയതാണ്. അല്ല, കൃഷിഭവൻ്റെ വണ്ടിയൊന്നും ഇല്ല. പിന്നെ നമുക്ക് പുറത്തുനിന്ന് ആശ്രയിക്കുക തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാം വിള ഇനി തുടങ്ങണമെന്നുണ്ട്. ഇനി ഇത് കൊടുത്തിട്ട് അടുത്ത ഫണ്ടൊക്കെ കിട്ടിയിട്ട് വേണം. കയ്യിൽ ഇപ്പോൾ ഫണ്ടൊന്നും ഇല്ല. എന്നാലും ചെയ്യണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രണ്ടാം വിളയ്ക്ക് ഞാറുവാവാൻ നമ്മൾ കണ്ടം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നാളെ ഞാറുവാവുകയാണ്. നടാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുക. നെല്ല് അല്ലെങ്കിൽ പുറത്ത് കൊടുത്തിട്ടെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അണിഞ്ഞൊരുങ്ങൂ അഭിമാനപൂർവ്വം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു. ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ മനസ്സിനിണങ്ങിയത് സ്വന്തമാക്കാം. ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ്, AB കോംപ്ലക്സ്, കൂറ്റനാട് റോഡ്, നിയർ പെട്രോൾ പമ്പ്, ശാരിശ്ശേരി.